നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ഡൈനാമിക് സെർച്ച് ആഡും അതുപോലെ തന്നെ എന്താണ് റെസ്പോൺസീവ് സെർച്ച് ആഡ് എന്നുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം സെർച്ച് ആഡ് എന്ന് പറയുന്നത് ഗൂഗിളിൽ നമുക്ക് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമുക്ക് സ്പോൺസേഡ് ആഡുകൾ, അതായത് ഒരു യൂസർ വന്ന് അവരുടെ സർവീസസ്, അവർക്ക് എന്താണ് സർവീസസ് വേണ്ടത് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ ആ ഒരു കീവേഡ് അല്ലെങ്കിൽ ക്വറി അവർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ധാരാളം റിസൾട്ട്സുകൾ വരും. അതിൽ ടോപ്പിൽ നമുക്ക് ഗൂഗിളിലേക്ക് നമുക്ക് സെർച്ച് ആഡുകൾ റൺ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് നമുക്ക് ബിസിനസ് കൊണ്ടുവരാവുന്നതാണ്, അല്ലെങ്കിൽ സെയിൽസ് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് സെർച്ച് ആഡ്സ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് സെർച്ച് ആണ് റെസ്പോൺസീവ് സെർച്ച് ആഡും അതോടൊപ്പം തന്നെ ഡൈനാമിക് സെർച്ച് ആഡെന്നും പറയുന്നത്, അല്ലെങ്കിൽ DSA എന്നും RSA എന്നും നമ്മൾ പറയാറുണ്ട്. ഇത് രണ്ടും എന്താണെന്നാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോസ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഡൈനാമിക് സെർച്ച് ആഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ കോണ്ടന്റ് ഈ ഗൂഗിള് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ക്രോൾ ചെയ്തതിന് ശേഷം ആ കോണ്ടന്റിൻ്റെ അകത്തു നിന്ന് ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷന്, അതിന് വേണ്ട അസറ്റ്സുകളെല്ലാം ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഡൈനാമിക് സെർച്ച് ആഡെന്ന് പറയുന്നത്. ആ ഒരു നെയിം പോലെ തന്നെ ഡൈനാമിക്കലി ആയിരിക്കും എല്ലാ അസറ്റ്സും അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു URL എന്താണോ അതനുസരിച്ച് ആ വെബ്സൈറ്റിനെ കംപ്ലീറ്റ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഈ ഗൂഗിളിൻ്റെ ബോർഡുകൾ സ്ക്രോൾ ചെയ്ത് അതിനെപ്പറ്റി കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് കണ്ടന്റ് എടുത്തുകൊണ്ട് ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ജനറേറ്റ് ചെയ്ത് യൂസറിൻ്റെ ക്വറി അനുസരിച്ച് നമുക്ക് ട്രാഫിക് വരുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നു, സർവീസസ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സെർച്ച് ആഡിനാണ് നമ്മൾ ഡൈനാമിക് സെർച്ച് ആഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈനാമിക് സെർച്ച് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് ഒരുപാട് ടൈം സേവ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ ഡൈനാമിക് സെർച്ച് ആഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഫ്രീക്വൻലി എപ്പോഴും വെബ്സൈറ്റ് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഡൈനാമിക് സെർച്ച് ആഡ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മൾ കോണ്ടന്റിനകത്ത് നിന്നായിരിക്കും ഈ ഒരു ആഡ് അതിന് വേണ്ട അസറ്റ്സുകളെല്ലാം ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. സോ എപ്പോഴും ഒപ്റ്റിമൈസ്ഡ് അല്ലാത്തതോ അല്ലെങ്കിൽ അപ്ഡേറ്റ് വരാത്ത വെബ്സൈറ്റുകളാണെങ്കിൽ അവിടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് അസറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യും, ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യും, ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സെർച്ച് ക്വറിക്കൊക്കെ അനുസരിച്ചല്ലായിരിക്കും ഒരുപക്ഷെ വരുന്നത്. അപ്പോൾ ധാരാളം അതിന് നല്ല ചാൻസ് ആ ഒരു ഡൈനാമിക് സെർച്ച് ആഡ് പരാജയപ്പെട്ടു പോകാനുള്ള ചാൻസും അവിടെ ഉണ്ട്. സോ ഇതിലും ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇത് നമ്മൾ നന്നായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡൈനാമിക് സെർച്ച് ആഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആഡുകൾ, സെർച്ച് ആഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇത് ടൈം സേവിങ് ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നന്നായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നല്ല ട്രാഫിക്കിൽ സെയിൽസ് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൈനാമിക് സെർച്ച് ആഡിൽ വരുന്നുണ്ട്. സോ ഇതിന് നമുക്ക് അടുത്ത് വരുന്നതാണ് റെസ്പോൺസീവ് സെർച്ച് ആഡ് എന്ന് പറയുന്നത്. റെസ്പോൺസീവ് സെർച്ച് ആഡ് ഈ ഡൈനാമിക് സെർച്ച് ആഡിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് റെസ്പോൺസീവ് സെർച്ച് ആഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആ ഒരു അഡ്വർടൈസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി തന്നെ നമുക്ക് ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഡൈനാമിക് സെർച്ച് ആഡിനകത്ത് ലിമിറ്റഡ് ആണ്, നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. എന്നാൽ റെസ്പോൺസീവ് സെർച്ച് ആഡ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു 15ഓളം ഹെഡ്ലൈൻസ് കൊടുക്കാം, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, പല ടൈപ്പിലുള്ള രീതികളിൽ നമുക്കത് കൊടുത്തുകൊണ്ട് നമുക്ക് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ റെസ്പോൺസീവ് സെർച്ച് ആഡ് നമുക്ക് നമ്മുടെ കീവേഡ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനും നമുക്ക് നല്ല രീതിയിൽ സെയിൽസ് അല്ലെങ്കിൽ ട്രാഫിക്കുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ധാരാളം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ടൈം സ്പെൻഡ് ചെയ്ത് വേണം നമ്മളിത് ഈ ഒരു റെസ്പോൺസീവ് സെർച്ച് ആഡ് അല്ലെങ്കിൽ RSA എന്ന് പറയുന്ന ആ ഒരു റെസ്പോൺസീവ് സെർച്ച് ആഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ റെസ്പോൺസീവ് സെർച്ച് ആഡിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാനുള്ള, അതായത് നമ്മളൊരു സെർച്ച് ആഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം സെർച്ചസ് വരും. അതിൻ്റെ അത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളതുണ്ട്, ഇറലവൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സെർച്ചസ് വരുന്നുണ്ട്.
ആ സെർച്ചസിനെയൊക്കെ നമുക്ക് ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ആഡ് റൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റെസ്പോൺസീവ് സെർച്ച് ആഡിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഡൈനാമിക് സെർച്ച് ആഡിൽ കസ്റ്റമറിൻ്റെ ക്വറി അനുസരിച്ച് ആഡുകൾ ഷോ ചെയ്ത് ഏത് പേജിലോട്ടാണ് ആ ഒരു പേജൊക്കെ കാണിക്കുന്നതിന്, അതായത് ഇ കൊമേഴ്സിൻ്റെ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ പ്രോഡക്റ്റ് പേജൊക്കെ കാണിക്കാൻ ഏറ്റവും ബെനിഫിറ്റാണ് ഡൈനാമിക് സെർച്ച് ആണെന്ന് പറയുന്നത്. എന്നാൽ റെസ്പോൺസിബിൾ സെർച്ച് ആഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു അഡ്വർടൈസർ ആരാണോ ആ വ്യക്തിയുടെ ആ ഒരു പെർഫോമൻസ് അവർ ഇവാലുവേറ്റ് ചെയ്ത്, അതായത് നന്നായിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്തിട്ട് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു ക്യാമ്പയിനെ പറ്റി നന്നായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും അവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് റെസ്പോൺസീവ് സെർച്ച് ആഡിൽ വരുന്നത്. ഇവിടെ നമുക്ക് ടൈമിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് നിരവധി ഹെഡ്ലൈൻസുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാമ്പയിൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് നെഗറ്റീവ് കീവേഡ്സുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കീവേഡ്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് റെസ്പോൺസീവ് സെർച്ച് ആഡിൽ വരുന്നുണ്ട്. സോ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സെർച്ച് ആഡ്സ് നമുക്ക് ഡൈനാമിക് സെർച്ച് ആഡ് അല്ലെങ്കിൽ DSA ചെയ്യാം, റെസ്പോൺസീവ് സെർച്ച് ആഡ് RSAയിൽ ചെയ്യാം. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സെർച്ച് ആഡാണ് വരുന്നത്. നല്ല വെബ്സൈറ്റ്, നല്ല കോണ്ടന്റ് ഫ്രീക്വൻലി അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഈ ഡൈനാമിക് സെർച്ച് ആഡ് നല്ലൊരു സ്ട്രാറ്റജി ആണ്. അതോടൊപ്പം തന്നെ റെസ്പോൺസീവ് സെർച്ച് ആഡ് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഇൻസൈറ്റ് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ അതിലും നമുക്ക് നന്നായിട്ട് റിസൾട്ടുകൾ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.